ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യാറായി. എന്തായാലും സെപ്റ്റംബർ 6-ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഏഷ്യനെറ്റ് ഒരുക്കിയ ഒരു പരിപാടിയാണല്ലോ അഗ്നി പരീക്ഷ. ആ പരിപാടിയെക്കുറിച്ച് എന്ത് പറയാനാണ്? ഇത്രയും മോശപ്പെട്ടൊരു പരിപാടി ഈ ബിഗ് ബോസുമായി റിലേറ്റഡ് ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെയും നമുക്ക് കണ്ടിരിക്കാൻ തോന്നുന്നത് ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യുന്ന പല ആൾക്കാരുടെയും വീഡിയോസ് ആയിരിക്കും. ഇതൊക്കെ എന്ത് പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് അഗ്നി പരീക്ഷ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് തോന്നിയിരുന്നു കോമണേഴ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ അതിന് നല്ല തരത്തിലുള്ള ഒരു മാനദണ്ഡം ഉണ്ടാകുന്നു. ഈ 3 ജഡ്ജസ് വന്നിരുന്ന് അവർക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസിനെ ആ ഒരു ഫൈനലിലേക്ക് എത്തി അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന പോലെയാണ് എനിക്ക് ഒരു പരിപാടി കണ്ടപ്പോൾ തോന്നിയത്. ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ട് കേട്ടോ. ഈ രഞ്ജിനി ഹരിദാസിന് ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ കൊച്ചിക്കാരനായിട്ടുള്ള രാകേഷാണ് എനിക്ക് പലപ്പോഴും തോന്നിയത്. രാകേഷിനെ ആരെങ്കിലും ഡൗൺ ആക്കാൻ ശ്രമിച്ചു ഉടനെ അതിനെ ഇടപെടുന്നത് എനിക്ക് തോന്നിയിരിക്കുന്നത് എപ്പോഴും രഞ്ജിനി ഹരിദാസാണ്. അതേപോലെ തന്നെയാണ് എൽദോനെ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ട് അഖിൽമാരാർ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ ഷിജി എന്ന് പറഞ്ഞ ഒരാൾ, ഈ 2 പേര് അഖിൽമാരാർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. ഒരാൾക്ക് രാഷ്ട്രീയം, ഒരാൾക്ക് അയാളുടെ കുടുംബ പശ്ചാത്തലം ഭയങ്കരമായിട്ട് അഖിൽമാരാറിനെ ഇൻഫ്ലുവൻസ് ചെയ്തപോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് റിയാസ് സലീം സപ്പോർട്ട് ചെയ്യുന്നത് എപ്പോഴും ഷിബിന എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഉണ്ട്. അതിലൊരു മോഡലിംഗ്, ഇത്തിരി കളർ കുറഞ്ഞ ഒരു പെൺകുട്ടിയാണ്. ഒരു മോഡലിംഗ് ഒക്കെ ചെയ്യുന്നു പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി അതിലുണ്ട്. അതുപോലെ തന്നെ ലോലിട്ട എന്ന് പറഞ്ഞൊരു പെൺകുട്ടി. ഇവരെല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ താഷിയെ എന്തായാലും പ്രേക്ഷകർ വോട്ട് ചെയ്തൊക്കെ എത്തിക്കുന്ന ഒരു ലെവലിൽ ആയതുകൊണ്ട് താഷി ഇപ്പോൾ അധികം അങ്ങോട്ട് ഉയർത്തുന്നില്ല എന്നാൽ താഴ്ത്തുന്നില്ല, അങ്ങനെ ഒരു ന്യൂട്രൽ ലെവലിൽ ഇട്ടിരിക്കുകയാണ് താഷിനെ. എന്താണെന്ന് നമുക്ക് കണ്ടറിയാൻ വരുന്ന എപ്പിസോഡിൽ എന്തായാലും താഷി ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്തേക്ക് എൻട്രി ആവുന്ന കാര്യം ഉറപ്പാണ്. പിന്നെ ഇവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഞാൻ മറ്റേ എപ്പിസോഡ് 1 മുതൽ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഇവർ. അത് യാതൊരു തരത്തിലുള്ള ഒരു മാറ്റവും ഇല്ല. ഇവർ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ കുറേ വഴക്ക് പറയുന്നുണ്ട്. എന്തൊക്കെ തന്നെയാണെങ്കിലും ഇവർ ഫുൾ സപ്പോർട്ട് ഇവർക്ക് തന്നെയാണ്. ഇവർ ബിഗ് ബോസിലേക്ക്, ബിഗ് ബോസ് മെറ്റീരിയലായിട്ട് ഇവർ തന്നെ വരണം, അങ്ങനെ കഴിവുള്ള ആൾക്കാരാണെന്ന് ഇവരങ്ങ് കരുതി വെച്ചിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള, പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള ഒരുപാട് കണ്ടസ്റ്റൻസ് അതിലുണ്ടായിരുന്നു. അവരെല്ലാവരും എലിമിനേറ്റ് ആയിപ്പോയി. അപ്പോൾ പ്രേക്ഷകരാണ് വോട്ട് ചെയ്ത് ബിഗ് ബോസിലെ ആൾക്കാർ അതിനുള്ളിൽ നിലനിർത്തുന്നതും അതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാനൊക്കെ പോകുന്നത്. അപ്പോൾ ഇവർ വന്ന് സെലക്ട് ചെയ്തിട്ടൊരു കോമണറിനെ ഞങ്ങൾ സെലക്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് മാനദണ്ഡങ്ങൾ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ചില സമയത്ത് പറയും നിങ്ങൾ ഇവിടേക്ക് വന്ന് ഭയ അഹങ്കാരികളായിട്ടാണ് നിങ്ങൾ പെരുമാറുന്നത്, ബിഗ് ബോസ് ഹൗസിനകത്ത് ഇത്ര അഹങ്കാരികളായ ആൾക്കാർ പറ്റില്ല എന്ന് പറയും. ചില സമയത്ത് ഇവർ പറയും നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയണം, മറ്റുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ഡിപ്പെൻഡൻ്റ് ആയിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ വരുന്നത്, നമുക്ക് തനതായിട്ട് നമ്മുടെ അഭിപ്രായം വേണമെന്നൊക്കെ പറയും. അങ്ങനെ അഭിപ്രായം പറഞ്ഞാൽ പറയും നിങ്ങൾ അഹങ്കാരിയാണെന്ന് പറയും, അല്ലെങ്കിൽ മറ്റേ ഉൾട്ടായിട്ട് പറയും. ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് ആ ഒരു പരിപാടിയിൽ നിന്ന് ഇതുവരെയ്ക്കും മനസ്സിലായിട്ടില്ല. അതേപോലെ തന്നെ പറയണ കേൾക്കാം, നിങ്ങൾ എല്ലാവരും ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു. എന്തിനാണ് ഇങ്ങനെ ഷൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് പോകുന്നതെന്ന് ചോദിക്കുന്നത്? അതിനകത്ത് പോയിട്ട് ഷൗട്ട് ചെയ്യാത്ത ആൾക്കാരാണോ ഈ ജഡ്ജസ് ആയിട്ട് ഇരിക്കുന്നത്? ഏറ്റവും കൂടുതൽ ഷൗട്ട് ചെയ്തുള്ള 2 പേരാണ് അഖിൽമാരാരും അതേപോലെ തന്നെ രഞ്ജിനി ഹരിദാസും. ഇനി ഗ്രൂപ്പിസത്തിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു 2 പേരും കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങളുടെ, നിങ്ങൾ ഗ്രൂപ്പിസം കളിക്കാൻ വേണ്ടിയിട്ടാണോ ബിഗ് ബോസിന് അകത്തേക്ക് പോകുന്നത്? ഗ്രൂപ്പിസം കളിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവിടെ ജഡ്ജസ് ആയിരുന്ന 2 ആൾക്കാർ അതിനകത്ത് പോയിട്ടുള്ളത്. രഞ്ജിനി ഹരിദാസ് ഞാൻ അങ്ങനെ പറയില്ല, പക്ഷേ അഖിൽമാരാർ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി തന്നെയാണ് അതിനുള്ളിൽ കളിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് റിയാസ് സലീം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, ലേഡീസിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് റിയാസ് സലീമും അതിനകത്ത് കളിച്ചിട്ടുള്ളത്. രഞ്ജിനി ഹരിദാസ് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഒന്നും ഉണ്ടാക്കാൻ നോക്കിയിട്ടില്ല. അവർ ഒറ്റയ്ക്ക് നിന്നതിന് ഇൻഡിവിജ്വൽ പ്ലെയർ ആയിട്ട് നിന്ന ഒരാളാണ്. ഇത് രഞ്ജിനി ഹരിദാസാണ് പറയുന്നത് വെച്ചാൽ നമുക്ക് ഓക്കെ പറയാം. അഖിൽമാരാർ പറയാനായിട്ട് എന്ത് അവകാശം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ല. അതിനകത്ത് ഡേ 1 തൊട്ട് അതിന് 100 days അഖിൽമാരാർ നിന്നുള്ളത് ഈ ഗ്രൂപ്പിസം എന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ ശക്തികൾ കൊണ്ട് മാത്രമാണ്. അത് അയാൾ സക്സസ് ആയി എന്നുള്ളതാണ് അയാളുടെ അതിന് വിജയത്തിൻ്റെ കാര്യം കേട്ടോ. അപ്പോൾ ഈ ഗ്രൂപ്പിസം കൊണ്ട് ബിഗ് ബോസിനകത്ത് പോകരുത് എന്ന് പറയാനുള്ള അവകാശമൊന്നും നമ്മുടെ അഖിൽമാരാറിന് ഇല്ല. കാരണം അതിനകത്ത് പോയിട്ട് ഗ്രൂപ്പിസം കളിക്കണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ കോമണേഴ്സ് ആയിട്ടുള്ള ഇവരാണ്. എന്തിനാ ഇതിന് വർക്ക് പറയേണ്ട ആവശ്യം? ഇനി ഇവർക്ക് അഹങ്കാരം കൂടിയെന്നാണ് രഞ്ജിനി ഹരിദാസ് പറയുന്നത്. ഈ രഞ്ജിനി ഹരിദാസിന് എന്താ അഹങ്കാരത്തിന് യാതൊരു കുറവുണ്ടായിരുന്നില്ല അതിനകത്ത്. രഞ്ജിനി ഹരിദാസ് ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടാണോ അതിനകത്ത് നിന്നുള്ള? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ബിഗ് ബോസ് ഹൗസിനകത്ത് വേണ്ട, ഇപ്പോൾ അവർ ജീവിച്ചു പോകുന്ന കാര്യങ്ങൾ അവരാരെങ്കിലും അഭിപ്രായങ്ങൾ എടുത്തോണ്ട് അവരവരുടെ സ്വന്തം ഇഷ്ടത്തിനായിട്ട് അവർ ജീവിച്ചു പോകുന്ന ഒരു ലേഡി. എന്നിട്ടാണ് പറയുന്നത് ഇവർ അഹങ്കാരികളാണെന്ന് പറയുന്നത്. ഈ അഹങ്കാരം എന്ന് പറഞ്ഞാൽ അഹങ്കാരി എന്ന് പറഞ്ഞിട്ട് എത്രയോ പ്രേക്ഷകർ ഈ രഞ്ജിനി ഹരിദാസിനെ വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ എതിർത്ത് എന്നുള്ള ഒരാളാണ് രഞ്ജിനി ഹരിദാസ്. ഇനി ഷാമോനും ഷിജിൻ ലാൽ, അത് ഞാൻ തോന്നാൻ കൂട്ടിയിട്ട് ഇവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച ഒരു കാര്യം. അവർ തമ്മിൽ വിശ്വാസത്തിൻ്റെ പേരില്ല. നിങ്ങൾക്ക് ആരെയാണ് വിശ്വാസം, അത് അവരെ വിശ്വാസത്തിൽ എടുക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ള രീതിയിൽ തെളിയിക്കുന്ന ഒരു ഗെയിമായിരുന്നു.
അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലൂ കൊടുത്ത് അവർ അതിനകത്ത് പിടിച്ചു നിന്നു. അപ്പോൾ ഇവർ പറയുന്നത് എന്താണ്, നിങ്ങൾ ആ കളിച്ചത് ശരിയായില്ല, നിങ്ങൾ ആരെങ്കിലും ഒരാളെ ഒറ്റ കൊടുക്കണമായിരുന്നു, അങ്ങനെയാണെങ്കിലേ ഈ കളി നന്നാവുള്ളൂ എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞത് അത് അവരുടെ ഗെയിമാണ്. ഇനി അവരുടെ ഗെയിമിൽ അവർ കളിച്ച് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് അഹങ്കാരികളാന്ന് പറഞ്ഞിട്ട് 3 ജഡ്ജസായി നിന്ന് എഴുന്നേറ്റ് പോയി. അതിൻ്റെ ആവശ്യം വളരെ മോശം. ഇവർക്ക് അവരുടെ കളി ഇഷ്ടമല്ലെങ്കിൽ അവർ പുറത്താക്കേണ്ട എല്ലാ അധികാരവും കൊടുത്താണ് അവിടെ ഇരുത്തിയിരിക്കുന്നത്. നിങ്ങൾ കളിച്ച കളി ഞങ്ങൾക്ക് ഇഷ്ടമായില്ല, നിങ്ങൾ ഗ്രൂപ്പിസം കളിക്കാൻ നിങ്ങൾ ഔട്ടാക്കണം, എലിമിനേറ്റ് ചെയ്യണം, കാര്യം കഴിഞ്ഞ്. അതിനെന്തിനാണ് ഇത്ര ഷോ? അവർ 3 പേര് എഴുന്നേറ്റ് പോകുന്നു, പിന്നെ വന്നിരിക്കുന്നു. ഒരു ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് ആ ഒരു രീതി തോന്നിയത്. അവർക്ക് എന്ത് വേണമെങ്കിൽ പറയാം, അഹങ്കാരികളാണെന്ന് പറയാം, ഗ്രൂപ്പിസം കളിക്കുന്നതെന്ന് പറയാം, അതൊക്കെ എന്തായിക്കോട്ടെ, അത് അവർക്ക് ജഡ്ജസ് ആയിട്ട് അവിടെ ഇരിക്കുമ്പോൾ അവർക്ക് എന്ത് വേണമെങ്കിൽ പറയാം. അവിടെ എഴുന്നേറ്റ് പോകേണ്ട ആവശ്യം എന്താണ്? എഴുന്നേറ്റ് പോകുന്നത് പറയാൻ എന്താണെന്ന് പറയുന്നത്, നിങ്ങൾ ഈ കളിച്ച രീതി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞങ്ങൾക്ക് ഇവിടെ ഒരാളെ സെലക്ട് ചെയ്യാനായിട്ട് ഞങ്ങളോട് കൊണ്ടുവരുത്തിയിരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ സെലക്ട് ചെയ്യുന്നില്ല, നിങ്ങളെ എന്താ പറഞ്ഞാൽ അവരെ മാറ്റി നിർത്തുന്ന ഒരു രീതിയുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളെ എലിമിനേറ്റ് ചെയ്യുന്നു, ഓൺ ദ സ്പോട്ട് നിങ്ങളെ എലിമിനേറ്റ് ചെയ്യുന്നു, കഴിഞ്ഞു. അതിന് എന്തൊക്കെയാ ഡ്രാമകളാണ് ഈ 3 പേരിൽ നിന്ന് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അഗ്നിപരീക്ഷ എന്ന് പറയുന്ന ഈ ഒരു പരിപാടി അട്ടർ ഫ്ലോപ്പാണെന്ന് പ്രേക്ഷകർ വിലയിരുത്തിയിരിക്കുന്നത്. വളരെ മോശമായിട്ടാണ് തോന്നുന്നത്. അത് ഫസ്റ്റ് കാര്യം ഞാൻ പറഞ്ഞത് പാർഷ്യാലിറ്റി. ഇവർക്ക് ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാർ ഒരു മനസ്സിലുണ്ട്, അവർ പോകരുതെന്ന് ഇവർക്ക് തോന്നുന്നു. അതുകൊണ്ട് എന്താണ് പ്രശ്നം എന്നറിയോ, മറ്റുള്ള ആൾക്കാർ എങ്ങനെ കളിച്ചാലും ഇവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇവരെന്ത് തെറ്റ് ചെയ്താലും ഇവർ ചെറുതായിട്ടൊന്ന് ഇവരൊക്കെ നിങ്ങൾ ശരിയായില്ല, എന്നാൽ നിങ്ങൾ നിലനിന്ന് പോകണം, അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ രക്ഷിക്കുകയാണെന്ന് അങ്ങനെ എത്രയോ പേരെ പറഞ്ഞിരിക്കുന്നത്. ഒരു തവണ നിങ്ങൾ ചാൻസ് തരാണ്, നിങ്ങൾ എങ്ങനെയാണ് കളി, അങ്ങനെയാണെങ്കിൽ എത്രയോ പേർക്ക് ചാൻസ് കൊടുക്കണവർ. ചില ആൾക്കാർ അപ്പം തന്നെ ഔട്ടായി കളയുന്നു, ചില ആൾക്കാർ അവിടെ നിലനിർത്തി പോകുന്നു. ഓക്കെ, ഇവർ ജഡ്ജസ് ആണ്, അതിനുള്ള അധികാരമുണ്ട്, അത് നിൽക്കട്ടെ. പക്ഷെ ഇവിടെ മറുവശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമുള്ള പല കണ്ടസ്റ്റൻസ്, നല്ല സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നിയ പല കണ്ടസ്റ്റൻസ് ഇപ്പം തന്നെ എലിമിനേറ്റ് ആയി പോയിട്ടുണ്ട്. ഇനി ഇവർക്ക് ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരാണ് നിൽക്കുന്നത്, അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് വേണം അതിനകത്തോട്ട് പോകാൻ. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ആൾക്കാർ വോട്ട് ചെയ്യാതെ അതിനെ പുറത്താക്കി കളയും. കാരണം എന്താണ്, ഈ ജഡ്ജസിനുള്ള ദേഷ്യം കൊണ്ടായിരിക്കും ഇവർ ഔട്ടായി പോകാൻ പോകുന്നത്. കാരണം ഈ ജഡ്ജസിന് പാർഷ്യാലിറ്റി അവർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ പാർഷ്യാലിറ്റി കൊണ്ട് ഇതിനകത്ത് കയറിയതല്ല, നിങ്ങൾ ഇതിനകത്ത് നിൽക്കേണ്ടതെന്ന് പ്രേക്ഷകർക്ക് തോന്നി കഴിഞ്ഞാൽ അവർ ഔട്ടായി പോകും. അപ്പോൾ ഈ അഗ്നിപരീക്ഷ എന്ന് പറയുന്ന ഈ പരിപാടി കുറച്ചും കൂടെ ചിന്തിച്ച് നല്ല രീതിയിലുള്ള ഒരു പരിപാടിയാക്കി മാറ്റണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു അഗ്നിപരീക്ഷയെ കുറിച്ചിട്ട് ഓരോ എപ്പിസോഡ് എടുത്തിട്ട് റിവ്യൂ ചെയ്യാതിരുന്നത്. എനിക്ക് എത്രയും പെട്ടെന്ന് ബിഗ് ബോസിൻ്റെ ശരിക്കും സീസൺ 8 ആ സെപ്റ്റംബർ 6 തുടങ്ങാനായിട്ടാണ് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കോമണർ ആരായാലും നമുക്ക് കുഴപ്പമില്ല. കഴിഞ്ഞ സീസണിലൊക്കെ ഏതെങ്കിലും ഒരാൾ, നമുക്ക് അറിയാത്ത ഒരാൾ കോമൺ ആയിട്ട് വരുമ്പോൾ നമ്മൾ അറിയാം, ഇയാളാണ് കോമണർ, നമ്മൾ അയാളെ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ അയാൾ മറ്റുള്ള സെലിബ്രിറ്റീസിൻ്റെ കൂടെ തന്നെ അയാൾ കൂട്ടി അയാളെ കളി നമ്മൾ റിവ്യൂ ചെയ്യാറുണ്ട്, അവരെ എങ്ങനെ വിലയിരുത്താറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ മതിയായിരുന്നു. എന്തിനാണ് ഈ അഗ്നിപരീക്ഷയിലൂടെയൊക്കെ ഇവർ എന്ത് കണ്ടെത്താൻ, ഇവർ ആ ഒരു കോമണിനെ ആദ്യം തന്നെ അവിടെ എത്തിക്കാനുള്ള ഒരു ശ്രമമാണോ നടത്തിക്കൊണ്ടിരിക്കുന്നത്? എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അഗ്നിപരീക്ഷയിലൂടെ അതിനകത്തോട്ട് കയറുന്ന ഒരു കോമണറുടെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നില്ല പ്രേക്ഷകരുടെ പിന്തുണയോട് കൂടി തന്നെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് പ്രേക്ഷകരുടെ എടുത്തിട്ട് എന്തായാലും പുറത്തിടാനാണ് ചാൻസ്. കാരണം ഈ ജഡ്ജസിനോടുള്ള ഒരു ദേഷ്യം കൊണ്ട് അങ്ങനെ സംഭവിക്കാനാണ് ഇടയാവാന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും